തേജസ് MK1 ഫൈറ്റർ ജെറ്റ് തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് ഫൈറ്റർ ജെറ്റ് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഗണ്യമായി ശക്തി പകർന്നിരിക്കുന്നു. ആധുനിക ഫൈറ്റർ ജെറ്റുമായി മത്സരിക്കാൻ പ്രാപ്തമായ തരത്തിൽ തേജസ് MK1 യുദ്ധവിമാനങ്ങൾ നവീകരിക്കുന്നതിനുള്ള പ്രക്രിയ ഉടനെ ആരംഭിക്കും. തേജസ് MK1 യുദ്ധവിമാനത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ 2026 ആരംഭിക്കും. ഘട്ടം ഘട്ടമായി ഇത് നവീകരിക്കും. ഇത് ഇന്ത്യയുടെ തദ്ദേശീയ യുദ്ധവിമാനമാണെന്ന കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. നവീകരണങ്ങളിലൂടെ ഇത് കൂടുതൽ ശക്തമാക്കും. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് തേജസ് MK1 ഫ്ലീറ്റ് വികസിപ്പിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്നതിനാൽ 2026 നവീകരണ പദ്ധതി ആരംഭിക്കും. 32 സിംഗിൾ സീറ്റ് യുദ്ധവിമാനങ്ങളും 8 ഡബിൾ സീറ്റ് ട്രെയിനറുകളും ഉൾപ്പെടെ ആകെ 40 തേജസ് MK1 വിമാനങ്ങളാണ് നവീകരിക്കുന്നത്. നവീകരണ പ്രക്രിയയിൽ ഏവിയോണിക്സ്, റഡാർ, ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റങ്ങൾ, ആയുധ സംവിധാനങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. ഉദാഹരണത്തിന് പഴയ ELM 2032 മൾട്ടി മോഡ് റഡാറിന് പകരം ELM 2052 AESA റഡാർ ഉപയോഗിക്കും. നവീകരണത്തോടൊപ്പം തേജസ് MK1 വിമാനത്തിലും ഒരു നവീകരണം നടത്തും. ആധുനിക യുദ്ധത്തിൽ ഈ വിമാനങ്ങൾ ദീർഘകാലത്തേക്ക് പ്രസക്തമാണെന്ന് ഇത് ഉറപ്പാക്കും. എന്താണ് വിമാനത്തിൽ നവീകരണം എന്ന് ഉദ്ദേശിക്കുന്നത്? ഏതൊരു യുദ്ധവിമാനത്തിൻ്റെയും യന്ത്രങ്ങളുടെയും സിസ്റ്റങ്ങളുടെയും സമഗ്രമായ പരിശോധനയും തുടർന്ന് അതിൻ്റെ അറ്റകുറ്റപ്പണിയുമാണ് നവീകരണം. ജെറ്റിൻ്റെ കേടായതോ തകരാറുള്ളതോ ആയ ഭാഗങ്ങൾ നീക്കം ചെയ്യുകയും പുതിയതും ഏറ്റവും പുതിയതുമായ ഭാഗങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യുന്നു. തേജസ് MK1 എന്തുകൊണ്ടാണ് ഇത്ര പ്രത്യേകതയുള്ളത്? തേജസ് MK1 ഇന്ത്യയുടെ തദ്ദേശീയമായി നിർമ്മിച്ച ലൈറ്റ് ഫൈറ്റർ വിമാനമാണ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ് ഇത് വികസിപ്പിച്ചെടുത്തത്. 4.5 തലമുറ മൾട്ടി റോൾ സൂപ്പർസോണിക് ജെറ്റാണിത്. വായുവിൽ നിന്ന് വായുവിലേക്കും വായുവിൽ നിന്ന് കരയിലേക്കും ദൗത്യങ്ങൾ നടത്താൻ ഇതിന് കഴിയും. തേജസ് MK1 62% തദ്ദേശീയ വസ്തുക്കൾ കൊണ്ടാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വിമാനം ഇന്ത്യയുടെ അഭിമാനമാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം.